എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയപിക്സ്. വെള്ളത്തിലിട്ട് വെക്കുകയും അരയ്ക്കുകയും പിടിക്കുകയും ഒന്നും ചെയ്യാതെ വളരെ പെട്ടെന്ന് രാവിലെ എണ്ണീറ്റ് ഒരു 10 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയുടെയും ചമ്മന്തിയുടെയും റെസിപ്പിയാണ് നമ്മുടെ ചെറുപയർ ദോശയും തക്കാളി ചമ്മന്തിയും. സാധാരണ നമ്മൾ ചെറുപയർ അരച്ച് ഫെർമെന്റ് ഒക്കെ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിന് ഒരു 10 മിനിറ്റ് പോയിട്ട് ഒരു 2 മിനിറ്റിന്റെ ആവശ്യമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്, ഹെൽത്തി ആണ്. LGIT ഡയറ്റും കീറ്റോ ഡയറ്റും ഒക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ ദോശയാണ്. ഞാൻ ഇന്ന് ടാറ്റ സമ്പന്നിന്റെ മൂങ് ദാൽ ചീല മിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ചീല എന്ന് പറഞ്ഞാൽ ദോശ, ഇവിടെ ഇതിന് പേസരട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ചെറുപയറിന്റെ പൊടി കൂടാതെ കുറച്ച് സ്പൈസസും മുളക് പൊടി, മഞ്ഞപ്പൊടി തുടങ്ങിയ കുറച്ച് സ്പൈസസ് കൂടെ ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഇവർ ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 180 ഗ്രാമിന്റെ പാക്കറ്റാണ് ഞാൻ പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ഉപ്പ് കൂടി ചേർക്കേണ്ട ആവശ്യമില്ല, ഈ പൊടിയിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവിൽ അവർ 2 കപ്പ് വെള്ളം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ നമ്മൾ അത്രയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 240 ml സ്റ്റാൻഡേർഡ് കപ്പിൽ 1 കപ്പ് അളവിന് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്തതിന് ശേഷം ഒരു തവി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ വട്ടത്തിൽ കറക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൊണ്ട് തന്നെ നല്ല മിക്സായി കിട്ടും. കുറച്ച് കട്ടയൊക്കെ വരുന്നതാണൊക്കെ തോന്നും, പക്ഷേ പെട്ടെന്ന് തന്നെ ഇത് മിക്സായി കിട്ടും. ഇതുപോലെ വട്ടത്തിൽ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതിയാവും. നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു ബാറ്ററാണ്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് പോലും തികയ്ക്കാതെ തന്നെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ടോ ഒന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല, അപ്പം തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പോറബിൾ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ കലക്കി നോക്കുക. പാൻ ചൂടായതിന് ശേഷം നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയെങ്കിലും ഒഴിച്ചു കൊടുക്കണം. കാരണം കുറച്ചും കൂടി ഒരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു ബാറ്ററാണ്, ഒട്ടിപ്പിടിക്കും. അപ്പോൾ കനം കുറച്ച് ഇതുപോലെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പരത്തിയതിന് ശേഷം മീഡിയം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ചുട്ടെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു സ്വാദ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. സൈഡൊക്കെ ചെറുതായിട്ട് ഇതുപോലെ പൊങ്ങി നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റുന്ന പരുവത്തിനാകുമ്പോൾ തിരിച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല. നെയ് റോസ്റ്റ് പോലെ തന്നെ ഇത് നമുക്ക് മടക്കിയെടുക്കാം. നമുക്ക് സാധാ ദോശ പോലെ കനത്തിലും പരത്തിയെടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടോപ്പിങ്സ് കൂടെ വെക്കുമ്പോൾ നല്ലതായിരിക്കും. കുറച്ച് ഉള്ളിയും ഗ്രേറ്റഡ് ക്യാരറ്റും ഒക്കെ ഇട്ട് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന പോലെയാണ്, പക്ഷേ എങ്കിൽ ഒരുപാട് ഹെൽത്തിയാണിത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നടുക്ക് ഫില്ലിങ് വെക്കാം. ചീസും കുറച്ച് ടൊമാറ്റോ ഓണിയനും ഒക്കെ ഇട്ടൊരു ഫില്ലിങ്, കുറച്ചൊരു ചെറിയൊരു പുളിരസമുള്ള ഫില്ലിങ്സ് ആണ് ഇതിന് ചേരുക. അതുപോലെ തന്നെ നമ്മൾ സൈഡായിട്ട് എടുക്കുന്നതും ചെറിയ പുളിരസമുള്ള കറികളാണ്. തക്കാളി ചമ്മന്തിയൊക്കെയാണ്. അപ്പോൾ എന്ത് പെട്ടെന്നാണ് നോക്കിയത്, നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടാറ്റ സമ്പന്നിൻ്റെ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ കിട്ടുന്നത് ഈ തക്കാളി ചട്നിയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഈ തക്കാളി ചട്നി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുകും കുറച്ച് ഉഴുന്ന പരിപ്പും കുറച്ച് കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്താൽ മതിയാവും. 3-4 വെളുത്തുള്ളി സ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/4 കപ്പ് കൊച്ചുള്ളിയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാളയുള്ളി ചേർത്ത് കൊടുത്താലും മതി. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്നിടവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു കളറൊക്കെ മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നിടവരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 3 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിതിൽ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിന്നിപ്പോൾ വലിയ സ്പൈസി ആയിട്ടുള്ള ചമ്മന്തിയല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2-3 മിനിറ്റ് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഏറ്റവും കുറച്ച് അടച്ച് വെച്ച് തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റിൽ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. 1 മിനിറ്റും കൂടെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു എണ്ണ തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായി എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിന് എണ്ണയൊക്കെ തെളിഞ്ഞ് വേണം നമ്മുടെ ചമ്മന്തി ഇരിക്കാനായിട്ട്. ഇനി നല്ലപോലെ തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെയൊക്കെ ഈ മല്ലിയിലയും കൂടെ ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്കിത് അരച്ചെടുക്കാം. വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെയൊക്കെ ഈ ചമ്മന്തി അരച്ചെടുക്കുന്നത്. നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് കടുക് വറുത്ത് താളിച്ച് ചേർത്ത് കൊടുക്കാറൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് എളുപ്പമാണെന്ന് നോക്കി. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.